എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ നിങ്ങളെല്ലാവരും ഭയങ്കര തിരക്കായിരിക്കും. ക്രിസ്മസിൻ്റെ ആഘോഷം, ന്യൂ ഇയറിൻ്റെ ആഘോഷം എല്ലാം കഴിഞ്ഞിരിക്കുന്നു. ചിലവർ ഇനിയും നടത്തുന്നു. ആഘോഷങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ തിരക്കിലായിരിക്കും. ഞങ്ങൾ ഒരു പുതിയ ട്രിപ്പിലാണ്. ഇപ്പം നിങ്ങൾക്ക് ഒരു പക്ഷേ എവിടെയാണെന്ന് ഞങ്ങളൊന്ന് ഇപ്പം മനസ്സിലായി കാണുമായിരിക്കും. മനസ്സിലായി കാണാത്തവർക്ക് വേണ്ടി പറയുകയാണ്, നിങ്ങൾ ബാക്കിൽ കാണുന്നതാണ് ഭൂതത്താൻകെട്ട് ഡാം. സോ ഫ്രണ്ട്സ്, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ റോബർട്ട് ഫുഡ് ക്ലബിന്റെ വലതുവശത്ത് കാണുന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടൺ ഞെക്കുക. അതിന്റെ അകത്ത് വരുന്ന ബെൽ ബട്ടണിൽ ഞങ്ങളുടെ പുതിയ എല്ലാ വീഡിയോസും അപ്ഡേറ്റ്സ് ലഭിക്കാനായിട്ട് ഞെക്കുക. ഭൂതത്താൻകെട്ട് ഡാം എല്ലാവർക്കും അറിയാലോ, എറണാകുളം ജില്ലയിലാണ്. കോതമംഗലത്ത് നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഭൂതത്താൻകെട്ട് ഡാം സ്ഥിതി ചെയ്യുന്നത്. വളരെ ഇവിടുത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും ഒരു പിക്നിക് അറ്റ്മോസ്ഫിയർ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ഡാമുകൾ, എല്ലാ ഡാമുകളിലും എപ്പോഴും നമുക്ക് പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓപ്പണാണ്, പാർക്കും കാര്യങ്ങളൊക്കെ ഓപ്പണാണ്. ഇപ്പം ആക്ച്വലി പഴയ ഡാം നേരത്തെ നമുക്കതിൻ്റെ മണ്ടേ കൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകാമായിരുന്നു. പക്ഷേ ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരത് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. പകരം അതിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ട് വണ്ടികൾക്ക് പോകാൻ വേണ്ടി, നിങ്ങൾക്ക് ബാക്കി കാണാൻ, എൻ്റെ സൈഡിലായിട്ട് കാണാൻ പറ്റുമല്ലോ, വണ്ടികൾക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു പാലം പുതിയതായിട്ട് നിർമ്മിച്ചിട്ടുണ്ട്. അപ്പം അതേ കൂടെയാണ് വണ്ടികളെല്ലാം പോകുന്നത്. പഴയ ഡാം അതിൻ്റെ ബാക്കിലായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണാൻ പറ്റും, ഇവിടെ ഏകദേശം 5 ഷട്ടറുകൾ ഇപ്പം ചെറുതായിട്ട് തുറന്നു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പുഴയിലെല്ലാം വെള്ളമുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ഇത് ഈ ഭൂതത്താൻകെട്ട് ഡാം സ്ഥിതി ചെയ്യുന്നത് പെരിയാറിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇവർ എനിക്ക് തോന്നുന്നു സ്ഥിരമായിട്ട് കുറച്ച് തുറന്നു വെച്ചിട്ട് കാണുമായിരിക്കും. ഏതൊക്കെയാലും പെരിയാറിൽ ഇഷ്ടം പോലെ വെള്ളമുണ്ട്. ആൾക്കാർ ഈ താഴെയൊക്കെ അത്യാവശ്യം ആൾക്കാർ ഇറങ്ങി കുളിക്കുന്നു, അങ്ങനത്തെ പരിപാടികളുണ്ട്. അതിനുള്ള സ്ഥലമുണ്ട് കേട്ടോ. സേഫായിട്ട് ഇറങ്ങാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങൾ ഇറങ്ങാൻ വേണ്ടിയും അവരിവിടെ സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുണ്ടോ, ബാക്കിലാണ് കാണാൻ പറ്റേ, ഇതിലെ ആൾക്കാർക്ക് ഇറങ്ങി പോകാൻ പറ്റും. അപ്പം ഇതിപ്പോൾ ഞാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂതത്താൻകെട്ട് ഡാമിൻ്റെ ഫ്രണ്ടിലായിട്ടാണ്. ഇതിൻ്റെ പാർക്കും അതുപോലെയുള്ള ബോട്ടിംഗ് ഫെസിലിറ്റികളും ഒക്കെ മറ്റേ സൈഡിലാണ്. അപ്പം നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട്. അന്നേരം നിങ്ങൾക്ക് ബാക്കി കാഴ്ചകൾ കാണാൻ സാധിക്കും. ഇപ്പം ഞങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഭൂതത്താൻകെട്ട് ഡാമിൻ്റെ ഇവിടെ എത്തിയതേ ഉള്ളൂ. അപ്പം ഉച്ചയായി ഞങ്ങൾ വന്നപ്പോഴത്തേക്കും. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കഴിയുമ്പം മീൻസ് ഇപ്പോൾ ഏകദേശം 12-12:30 അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പതുക്കെ അതിലേ പോവാം. പിന്നെ ഞങ്ങൾ വന്നപ്പോൾ ചെറുതായിട്ട് മഴ തൂളുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഓർത്തിട്ട് ഞങ്ങൾ വേറെ കുറച്ച് സൈഡിൽ മാറ്റിയിട്ടിരിക്കുകയാണ്. മറ്റേ ബോട്ടിങ്ങിന് പോകുന്നതിന് തൊട്ട് ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു പാർക്കിംഗ് ഫെസിലിറ്റി ഉണ്ട്. അപ്പം അതൊരു പേൻ പാർക്കാണ്. അപ്പം നമ്മൾ ഓർത്തൊക്കെ കുറച്ച് കഴിഞ്ഞ് ബോട്ടിങ്ങിൻ്റെ അങ്ങോട്ട് പോകുമ്പം അവിടെ കൊണ്ട് ഇടാം. അതുവരെയും ഇതിലെ വന്ന് ഇവിടെ ഇപ്പം ഈ ഭൂതത്താൻകെട്ട് ഡാമിൻ്റെ ഫ്രണ്ടിൽ ഈ ഷട്ടറൊക്കെ തുറന്നിട്ടിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ശബ്ദവും പിന്നെ ഒരു പെരിയാറിൻ്റെ ഒഴുകുന്നതൊക്കെ കാണാൻ നല്ലൊരു വ്യൂവും കാര്യങ്ങളുമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് കുറച്ച് നേരം ഇവിടെ ഇരിക്കാം. അതിന് ശേഷം അങ്ങോട്ട് പോവാം. അതിനിടയ്ക്ക് ഭക്ഷണവും കഴിക്കാം. ഇവിടെ ഇപ്പം കുറേ ആൾക്കാർ പിക്നിക്കിന് വന്നിട്ടുണ്ട് കേട്ടോ. കുറേ വണ്ടികളുണ്ട്, എല്ലാവരും നിർത്തിയിട്ടിരിക്കുന്നു. ഭക്ഷണം കൊണ്ടുവന്ന് എല്ലാവരും ഭക്ഷണവും കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ അടുത്ത് കടകൾ കുറവാണ്. വരുമ്പം എന്നു ചോദിച്ചാൽ നിങ്ങൾ ഭക്ഷണമായിട്ട് വരുമോ ആയിരിക്കും ബെറ്റർ. അല്ല പിന്നെ വന്ന് പെട്ടെന്ന് പോകേണ്ടി വരും. ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനായിട്ട് വരുന്നവർക്കൊക്കെ ഫുഡൊക്കെ കൊണ്ടുവന്ന് ഇവിടെ വന്നിരുന്ന് കഴിക്കാനോ ആണെങ്കിൽ അതിനുള്ള സ്ഥലവും സൗകര്യമൊക്കെ ഉണ്ട്. പക്ഷേ വെള്ളവും കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ കൊണ്ടുവരണം. പക്ഷേ വണ്ടി നിർത്തിയിട്ട് പൊതുവെ കഴിക്കാനുള്ള ഒരു സ്ഥല സൗകര്യമൊക്കെ ഉണ്ട്, വണ്ടി പാർക്കാനും അതിനുള്ള കാര്യങ്ങൾക്കൊക്കെ. പിന്നെ അത്യാവശ്യം നിങ്ങൾക്ക് ഇനിയിപ്പം താഴെ വെള്ളത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇറങ്ങാനുള്ള സ്ഥലങ്ങളുണ്ട്. ഹലോ കുട്ടു, മെയിൻ എൻട്രൻസിൻ്റെ നേരെ അവിടെ ഒരു റോഡ് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുക. കാരണം വെച്ചാൽ ഡാമിൻ്റെ മണ്ടേ കൂടെ ഇപ്പം വണ്ടി പോകുന്നില്ല. പണ്ട് ഇതിൻ്റെ മണ്ടേ കൂടെ ആയിരുന്നു വണ്ടി പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ലെഫ്റ്റിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും വേറൊരു ഗേറ്റ്. ആ ഗേറ്റിൽ കൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു ചെറിയൊരു പാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഈ ഫ്രണ്ടിൽ കാണുന്ന റൈറ്റിലേക്കുള്ള വഴിയെ ഇവിടുത്തെ നമ്മുടെ നേച്ചർ പാർക്കിലേക്ക് പോവാണ്. അവിടെ ആണ് ഈ ബോട്ടിങ് പരിപാടികളൊക്കെ നടക്കുന്നത്. അപ്പോൾ അവിടെ ഒരു പാർക്കുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ നമ്മൾ വണ്ടി എടുക്കുന്നിടത്തൊരു പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ നമ്മളവിടെ വണ്ടി ഇടുന്നില്ല. അത് കൂടാതെ നേച്ചർ പാർക്കിനകത്ത് വേറെ പാർക്കിംഗ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും പാർക്കിങ്. ഈ പാർക്കിംഗ് അല്ലാതെ വേറൊരു പാർക്കിംഗ് കൂടെ ഉണ്ട് ബോട്ടിങ്ങിൻ്റെ അവിടെ. അപ്പം അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഫ്രണ്ടിലേക്ക് പോവാണ്. ഇവിടെ ഡാമിൻ്റെ വെള്ളം കയറി കിടക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ എല്ലാം കുറച്ച് വെള്ളമൊക്കെ കയറി കിടപ്പുണ്ട്. കുറേ പേര് ആ പാർക്കിങ്ങിൽ വണ്ടി ഇട്ടിട്ട്
ഫ്രണ്ടിലേക്ക് നടന്ന് പോയിട്ട് തിരിച്ചു വന്നതാണ്. നമ്മൾ നേച്ചർ പാർക്കിൻ്റെ അവിടെ കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫ്രണ്ടിലേക്ക് പോവാണ്. പിന്നെ ബോട്ടിങ്, ചെറിയ പെഡൽ ബോട്ടൊക്കെ ഉള്ളതുകൊണ്ട് ചെറിയ പെഡൽ ബോട്ടൊക്കെ ചവിട്ടം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ പാർക്കിംഗ് എവിടെയാണെന്ന് എഴുതിയിട്ടില്ല, റെസ്റ്റോറൻറ്റ് എവിടെയാണെന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ ചെറുതായിട്ട് വെള്ളം കയറി കിടപ്പുണ്ട്. ഇവിടെ വന്നിട്ട് പെഡൽ ബോട്ടിന് ഉള്ള ഒരു സംവിധാനം ഇവിടെ ഉള്ളത്. പെഡൽ ബോട്ട് കൊണ്ട് അല്ലാതെ നമുക്ക് അല്ലാതെ 2 പേർക്ക് ഇരുന്ന് ചെറിയ കയാക്കിംഗ് പോലത്തെ ഒരു സംവിധാനമുണ്ട്. അങ്ങേറ്റത്തായിട്ടൊരു വാച്ച് ടവർ ഉണ്ട്. നമുക്ക് ഇതിലെ പോയിട്ട് വാച്ച് ടവറിൻ്റെ മണ്ട കയറാമെന്ന് നോക്കാം. ഇവിടെ വന്നിട്ട് ഇവിടെ റെസ്റ്റോറൻ്റ് ഉണ്ട്. പിന്നെ കയാക്കിങ്ങിനുള്ള വലിയ ബോട്ടിങ്ങിന് വലിയ ബോട്ടുണ്ട് കേട്ടോ. ഇവിടെ ആ ഒരു ബോട്ടല്ലാതെ തന്നെ വലിയ ബോട്ടുകളുണ്ട്. അപ്പോൾ നമുക്ക് ബോട്ടിങ് കയറണമെങ്കിൽ അത് യൂസ് ചെയ്യാം. വലിയ ബോട്ടാണെങ്കിൽ അത് വേണമെങ്കിൽ വേണ്ടവർക്ക് വലിയ ബോട്ടൊക്കെ കയറാനും സ്ഥലമുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഈ നിൽക്കുന്നതിൻ്റെ നേരെ റൈറ്റ് സൈഡിലായിട്ട് റെസ്റ്റോറൻ്റ് ഉണ്ട്. അത്യാവശ്യം ഭക്ഷണം കഴിക്കേണ്ടവർക്ക് ഇതിനകത്തുനിന്ന് കയറി ഭക്ഷണം കഴിക്കാനൊക്കെ പറ്റും. നമുക്ക് മുമ്പോട്ട് തന്നെ പോയി നോക്കാം അവിടെ എന്താ ഉള്ളതെന്ന്. ഇല്ലെങ്കിൽ നമുക്ക് വേറെ സംഭവങ്ങളില്ലെങ്കിൽ നമുക്ക് പോയിട്ട് തിരിച്ചു വരാം. ഇതിൻ്റെ ഇവിടെ ആയിട്ട് വലിയ ബോട്ടിങ്ങുകൾ, പല ടൈപ്പ് ബോട്ടുകൾക്ക് വേണ്ടി വെള്ളം കയറ്റി ഇട്ടിരിക്കുകയാണ്. നമ്മുടെ കുട്ടുകുഞ്ഞ് അവിടെ പോയി അവളുടെ ഒരു താറാവെ കയറണമെന്ന് പറഞ്ഞിട്ട് ആ താറാവിൻ്റെ മണ്ടയിലൊക്കെ കയറിയിട്ട് വരുന്നുണ്ട്. അടുത്ത താറാവിൻ്റെ മണ്ടയിൽ കയറാൻ വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കാൻ തോന്നുന്നു. ഇങ്ങോട്ട് ഈ നേച്ചർ പാർക്കിൻ്റെ ഇങ്ങോട്ട് കയറി വരുന്നതിന് മുമ്പായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ആ ഡാമിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു പാർക്കുണ്ട്. അതിനകത്ത് ചിൽഡ്രൻസിന് ഇപ്പോൾ പിള്ളേർക്കാണെങ്കിൽ കയറാൻ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഈ കറങ്ങുന്നതും ഊരുന്നതും അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ അത് കൂടാതെ ഇതിനകത്ത് കയറി കഴിയുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ചിൽഡ്രൻസ് പാർക്ക് പോലെ കുഞ്ഞു പിള്ളേർക്ക് കയറാൻ ചെറിയൊരു താറാവും കുട്ടും അതിൻ്റെ മേളിലൊക്കെ കയറി അതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്പുറ സൈഡിൽ അവിടെ ഒരു ഒബ്സർവേഷൻ ഡക്ക് ഉണ്ട്. അതിൻ്റെ മണ്ടയിലേക്ക് കയറാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഒരു വാച്ച് ടവർ ഉണ്ട്, അതിൻ്റെ അവിടെ എങ്ങനെ കയറുന്നതെന്ന് നോക്കാം. അങ്ങോട്ടാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സൈഡിലെല്ലാം കുറേ വെള്ളം കയറി കിടപ്പുണ്ട്. പെഡൽ ബോട്ടിൽ ആൾക്കാർ കയറുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ എല്ലായിടത്തും നമുക്ക് പാർക്ക് ചെയ്യാൻ സൗകര്യമുണ്ട്. ഇതുവരെയും ഒരു എന്നാ പറയുന്ന ഒരു സ്പെസിഫിക് ആയിട്ട് ഇന്ന സ്ഥലത്ത് പാർക്ക് ചെയ്യാവുള്ളൂ എന്ന് ആരും പറഞ്ഞില്ല. അപ്പം നമുക്ക് തണൽ നോക്കി എവിടെയെങ്കിലും ഇട്ടിട്ട് ഇറങ്ങാൻ പറ്റുമെന്ന് നോക്കാം. അപ്പം നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നതാണ് ഇവിടെ റൈറ്റ് സൈഡിലായിട്ടൊരു വലിയ വാച്ച് ടവർ ഉണ്ട്. വാച്ച് ടവറിൻ്റെ മണ്ട കയറി നമുക്ക് ഫുൾ ഡാമിൻ്റെ വ്യൂ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ വാച്ച് ടവറിൻ്റെ അവിടെ നമുക്ക് വണ്ടി ഇടാൻ പറ്റുമോ എങ്ങനെയാണെന്നുള്ള അവിടെ ചെന്ന് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഈ വാച്ച് ടവറിൻ്റെ താഴെ വരെ വണ്ടി കയറ്റിക്കൊണ്ട് വരാൻ പറ്റും. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് എവിടെയെങ്കിലും ഗ്യാപ്പുള്ള സ്ഥലം നോക്കി ഇടാം. ഇതാണ് ഡാമാണ് നമ്മുടെ സൈഡിൽ കാണുന്നത്. ഡാമിൻ്റെ അങ്ങോട്ട് നമുക്ക് വണ്ടി കയറ്റാൻ പറ്റില്ല. അപ്പം നമുക്കിവിടെ കയറ്റിയിട്ട് ഈ വാച്ച് ടവറിൻ്റെ മണ്ട കയറാൻ പറ്റുമോ നോക്കാം. അപ്പോൾ നമ്മൾ വാച്ച് ടവറിൻ്റെ നേരെ താഴെയാണ് ഇപ്പം നിൽക്കുന്നത്. ഇതുണ്ട് ഇവിടെ എല്ലാം. അതായത് മുമ്പേ നമ്മൾ ആദ്യം വണ്ടി പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് സൈഡിൽ കൂടെ നടന്ന് വരാം. എന്നിട്ട് മുമ്പത്തെ നമ്മളവിടെ നിർത്തിയുള്ള റെസ്റ്റോറൻറ്റിൻ്റെ അവിടെ അതിൽ ഇങ്ങനെ കറങ്ങി നടക്കാനാണെങ്കിൽ നടന്ന് ഇവിടം വരെ വരാം. ഇതിലെല്ലാം ബോട്ടിങ്, നമുക്ക് പെഡൽ ബോട്ടിംഗ് ഒക്കെ നടത്താനുണ്ടെങ്കിൽ അതിന് നടത്താനുള്ള സ്ഥലമാണ്. ഈ ബാക്കിലെല്ലാം വെള്ളം കയറി കിടപ്പുണ്ട്. ഇനി നമുക്ക് നേരെ വാച്ച് ടവറിൻ്റെ മേളിൽ കയറാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ബാക്കിലായിട്ട് കാണാം. ഇതാണ് വാച്ച് ടവറിൻ്റെ താഴെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതിൻ്റെ ഇതുണ്ട് അങ്ങേ സൈഡിലായിട്ട് നിങ്ങൾക്ക് ബാക്കി കാണാൻ പറ്റുന്നുണ്ടല്ലേ. അങ്ങേ സൈഡ് നിങ്ങൾ കാണുന്നതാണ് ഡാം. ഓക്കെ, നമുക്കപ്പോൾ ഒരു പണി ചെയ്യാം. നമുക്ക് വാച്ച് ടവറിൻ്റെ മേളിൽ കയറിയിട്ട് നോക്കിയിട്ട് തിരിച്ചു വരാം. ലിഫ്റ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മളെല്ലാവരും സ്റ്റെയർ കയറിയേ പറ്റുള്ളൂ, വേറെ ഓപ്ഷൻ ഇല്ല. ഒരു 3 നിലയുടെ ഏകദേശം ഹൈറ്റ് ഉണ്ട് വാച്ച് ടവറിന്. അപ്പം പതുക്കെ നമ്മൾ മേളിൽ കയറുക, വേറെ മാർഗമില്ല. അവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു വ്യൂ കിട്ടും എന്നാണ് പറയുന്നത്. നമുക്ക് കയറി നോക്കാം. നമ്മളിപ്പം ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിലെത്തി. ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഡാം നല്ലപോലെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ബാഗിൽ കാണാൻ പറ്റും. ഇതുണ്ടോ, ഡാം നിറച്ച് വെള്ളമുണ്ട്. അപ്പം നിങ്ങൾക്ക് ഡാം ബാക്കിൽ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് മേളിലേക്ക് കയറി പോവാം. അങ്ങനെ നമ്മൾ വാച്ച് ടവറിൻ്റെ ഏകദേശം സെക്കൻഡ് ലെവലിലെത്തി. തീർന്നിട്ടില്ല, നമ്മൾ മേളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്.
കുട്ടു അമ്മയും കൂടെ സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഡാം നിറച്ച് വെള്ളമുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? നല്ല സൂപ്പർ ഒരു വ്യൂ തന്നെയാണ്, അതിമനോഹരമായൊരു വ്യൂ ആണ്. ഒരു സൈഡിൽ നമുക്ക് ഫുള്ള് മലകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ പെരിയാർ ഇങ്ങനെ വന്ന് ഇവിടെ ഡാമിൻ്റെ അടുത്ത് ഫുള്ള് നിറഞ്ഞു കിടക്കുമല്ലേ, അപ്പം അതിൻ്റേതായൊരു മനോഹരം ആ വെള്ളക്കിടക്കുന്നതിനുണ്ട്. പിന്നെ പെരിയാർ അപ്പുറ സൈഡിലാണെങ്കിലും വെള്ളം ഇഷ്ടംപോലെ തന്നെ ഉണ്ട്. പിന്നെ അപ്പുറ സൈഡിൽ നിന്ന് വേണ്ടവർക്ക് ഇറങ്ങാം. ഇവിടെ ഇപ്പം ഇറങ്ങാനുള്ള ഒരു സെറ്റപ്പ് ഒന്നുമില്ല, പക്ഷേ ബോട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ നടത്തേണ്ടവർക്ക് എല്ലാ ടൈപ്പ് ബോട്ടിങ്ങും എല്ലാം ഉണ്ട്. മാക്സിമം സേഫ്റ്റി പ്രിക്കോഷൻ എടുത്തുകൊണ്ട് തന്നെ, കാരണം എന്ന് വെച്ചാൽ ഡയറക്റ്റ് ഡാമിനകത്തല്ല ഇതൊന്നും നടക്കുന്നത്, ഡാമിൽ നിന്ന് വെള്ളം കയറ്റിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് സേഫ്റ്റി കുറച്ചും കൂടെ നോക്കിക്കൊണ്ടാണ് അവർ ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. നമ്മൾ കയറുന്നത്രയും പാടില്ല ഇറങ്ങി വരാൻ, വളരെ ഈസി ആയിട്ട് നമുക്ക് ഇറങ്ങി വരാം. സ്വാഭാവികമായൊരു കാര്യമാണല്ലോ എന്ന് പറയുന്നത് തന്നെ വളരെ സ്മൂത്തായിട്ട് പെട്ടെന്ന് നമ്മൾ ഇറങ്ങി വരുന്നുണ്ട്. ഇത്ര സ്പീഡ് നമ്മൾ അങ്ങോട്ട് കയറി പോയില്ല. ഈവൻ ജസ്റ്റ് നമ്മളിപ്പോൾ താഴെ നിന്നിടത്ത് നിന്ന് ഈവൻ ഒരു ലെവൽ അപ്പാണെങ്കിൽ പോലും നമുക്ക് നല്ല വ്യൂ ഡാമിൻ്റെ കാണാൻ പറ്റും. കുട്ടു ജമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മയും കുട്ടും കൂടെ ചാടി ഡാമിലേക്ക് ഇറങ്ങുമെന്നാണ് എനിക്ക് പേടി. നമ്മുടെ വണ്ടി താഴെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എത്ര ക്ലോസ് ആയിട്ട് നമുക്ക് വണ്ടി കൊണ്ടുവന്നിട്ട് വാച്ച് ടവർ കയറാൻ പറ്റുമെന്ന്. നമ്മളോട് ഏതൊക്കെയാലും ഇവിടെ പാർക്കിംഗ് ഫീ ഒന്നും മേടിച്ചിട്ടില്ല, എൻട്രൻസ് ഫീകളും ഒന്നും നിലവിൽ കൊടുത്തിട്ടില്ല. നിലവിൽ നമ്മൾ അതിനുള്ളൊരു സെറ്റപ്പ് ഒന്നും കണ്ടില്ല, ആരും നമ്മളോട് ചോദിച്ചില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടം വരെ വന്നു. പക്ഷേ നമ്മൾ ഇതിൻ്റെ ഇപ്പോൾ ബോട്ടിംഗ് ഫെസിലിറ്റി അതുപോലത്തെ സംഭവങ്ങൾ എടുക്കാൻ പോയി കഴിയുമ്പം അവിടെ അതിനുള്ളൊരു പേയ്മെൻറ്റ് കളക്ട് ചെയ്യുന്ന ആൾക്കാരെ കണ്ടു. പക്ഷേ വാച്ച് ടവർ ഒക്കെ ഫ്രീ ആയിട്ട് നമ്മൾ കയറി. ഇവിടെ നിലവിൽ വേറെ പേയ്മെൻ്റ് ഒന്നും നമ്മൾ പേ ചെയ്തിട്ടില്ല. ഇനി അങ്ങോട്ട് നമുക്ക് ഡാമിൻ്റെ അങ്ങോട്ടുള്ള വഴി നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ നമുക്ക് റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. ഇനിയിപ്പോൾ ഇതിലാണ് നമ്മൾ വന്നത്, ആ വന്ന വഴിയെ തന്നെ നമുക്ക് തിരിച്ചു പോവാം. വേറെ മറ്റ് കാഴ്ചകൾ ഇതിനകത്ത് കാണാനില്ല. പിന്നെ ഇപ്പം നമ്മൾ ആക്ച്വലി ബോട്ടൊക്കെ കയറാൻ ഉദ്ദേശിക്കുന്നില്ല, കൊച്ചൊക്കെ ഉള്ളതുകൊണ്ട്. അവൾ കുറച്ച് നേരം പാർക്കിൽ കളിച്ചു. ഇനിയിപ്പം നമ്മൾ പുറത്ത് എന്താണ് മറ്റു കാഴ്ചകൾ എന്നുള്ളത്, ഈ പരിസരത്ത് വേറെ വല്ലതും ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. കുട്ടുവിനിങ്ങനെ കുറച്ച് നേരം ഇതിലിങ്ങനെ നടക്കുക എന്നുള്ളത് വളരെ സന്തോഷം ഉള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് അവളിങ്ങനെ നടക്കുന്നു, കാറ്റ് കൊള്ളുന്നു. പിന്നെ അവൾക്ക് കാക്കയെ കാണാം, പശുവിനെ കാണാം, അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം അവൾക്ക് വളരെ സന്തോഷമാണ്. അതുകൊണ്ട് അമ്മയും കൊച്ചും കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വെള്ളത്തിൽ നമ്മളിപ്പോൾ വെള്ളത്തിന് തൊട്ടടുത്ത് വന്ന് നിൽക്കുക കേട്ടോ, ഡാമിന് ഏറ്റവും തൊട്ടടുത്ത് തന്നെ. ഇവിടെ വെള്ളത്തിൽ മീൻ ഇഷ്ടം പോലെ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം നമുക്ക് മീൻ വന്ന് തീറ്റയ്ക്ക് എടുക്കുന്ന ഒരു ഒച്ച നമുക്ക് കൃത്യമായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഡാമിൻ്റെ ഷട്ടർ തുറന്നേക്കുന്നതുകൊണ്ട് ആ ഷട്ടർ തുറന്നേക്കുന്നതിൻ്റെ ആ വെള്ളം ചാടുന്നൊരു ഒച്ചയുണ്ട്, അത് നല്ലപോലെ നമുക്ക് ഇവിടുന്ന് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇതാണ് വാച്ച് ടവർ. ഞാനിപ്പോൾ ഇച്ചിരി ഇങ്ങനെ മാറി നിന്ന് നിങ്ങൾക്കൊന്ന് മുഴുവൻ കാണാവുന്നത് പോലെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ തിരിച്ച് അവിടുന്ന് വാച്ച് ടവറിൻ്റെ അവിടെ നിന്ന് പതുക്കെ ഇറങ്ങി പോവാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ കുറച്ച് മരത്തേലൊക്കെ ടയറൊക്കെ കെട്ടിയിട്ടുണ്ട് പിള്ളേർക്ക് വന്ന് ഊഞ്ഞാലാടാൻ വേണ്ടി. മിക്ക മരങ്ങളിൽ നിന്നും അതുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ വരുന്നവർക്ക് ഒരു ആക്ടിവിറ്റി എന്നുള്ളൊരു നിലയിൽ ആണത് അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഇഷ്ടം പോലെ തണലുള്ള സ്ഥലമുണ്ട്, എവിടെ വേണമെങ്കിലും കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു ഓപ്പൺ എന്നാ പറയുന്നത്, ഒരു ഓപ്പൺ ഓഡിറ്റോറിയം എന്ന് വേണേൽ പറയാം. അവരൊരു ചെറിയ ഇവൻ്റൊക്കെ ചെയ്യാനുള്ള ഒരു സ്ഥലമൊക്കെ ഉണ്ട്. വളരെ മനോഹരമായ ഒരു വ്യൂ ആണ്. എല്ലായിടത്തും വെള്ളം കയറി കിടക്കുന്നു. ഒരു വൺ ഡേ ഫുൾ ഒരു നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനുള്ള എല്ലാ സംഭവം ഉണ്ട്. നിങ്ങൾ ഇപ്പോൾ റെസ്റ്റോറൻറ്റ് റെസ്റ്റോറൻറ്റ് ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കാം. അല്ലാത്തവരെയാണെങ്കിൽ കൊണ്ടുവന്ന് ഭക്ഷണം കഴിക്കാം. അതിനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. പുറത്ത് എവിടെയെങ്കിലും കൊണ്ട് പാർക്ക് ചെയ്തിട്ട് അത് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് കൂടെ ഇഷ്ടം പോലെ നടക്കാം. ഇങ്ങനെ എല്ലായിടത്തും വെള്ളം
കയറി കിടക്കുന്നതുകൊണ്ട് അതിൻ്റെതായ ഒരു മനോഹരത അവിടെ ഉണ്ട്. പിന്നെ പെഡൽ ബോട്ടിങ് ഉണ്ട്, കയാക്കിംഗ് ഉണ്ട്, വലിയ ബോട്ടാണെങ്കിൽ അതുണ്ട്, അങ്ങനത്തെ വാട്ടർ ആക്ടിവിറ്റീസ് ഉണ്ട്. പിന്നെ അപ്പുറം പെരിയാറിൽ ഇറങ്ങണമെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട്. അങ്ങനത്തെ എല്ലാം കൊണ്ടും ഒരു വൺ ഡേ പിക്നിക്കിന് പറ്റിയ, പ്രത്യേകിച്ച് ഫാമിലികൾക്ക് പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഭൂതത്താൻകെട്ട് ഡാമും അതിൻ്റെ പരിസരത്തുള്ള നേച്ചർ പാർക്കും, അതുപോലെ അപ്പുറത്തെ പാർക്കാണെങ്കിൽ അതും. അപ്പോൾ നമ്മൾ പതുക്കെ തിരിച്ചിറങ്ങി ഇനിയിപ്പം മെയിൻ ഗേറ്റിൻ്റെ അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഇതിനകത്ത് നിലവിൽ നമ്മളോട് പേയ്മെൻറ്റോ കാര്യങ്ങളൊന്നും ആരും ഒന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. നിലവിൽ ഫുൾ ഫ്രീ ആണെന്ന് തന്നെ വേണം പറയാൻ. അവിടെ ഇങ്ങനെ ഈ ബോട്ടിംഗ് ഫെസിലിറ്റിയോ അതുപോലത്തെ കാര്യങ്ങൾ യൂസ് ചെയ്യുന്നവർ എന്നുണ്ടെങ്കിൽ അതിൻ്റെ മാത്രമേ ഒരു പേയ്മെൻറ്റിൻ്റെ കേസ് വരുന്നുള്ളൂ. അപ്പം ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ പഴയ ഡാമിൻ്റെ മണ്ടയിലേക്ക് വരുന്നത്. പക്ഷേ ഡാമിൻ്റെ മണ്ടയിൽ കയറ്റുന്നില്ലാത്തത് കൊണ്ട് നമ്മൾ തിരിച്ച് പുറത്തേക്ക് ഇറങ്ങുവാണ്. ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാഴ്ചകൾ. നമ്മൾ പക്ഷേ മുമ്പോട്ട് പോവുകയാണ്. ഇനിയിപ്പം അടുത്ത പരിപാടി എന്താണെന്ന് നമുക്ക് പ്ലാൻ ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ പാർക്കിൽ നിന്ന് ഇറങ്ങി അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഐസ്ക്രീം കഴിക്കാൻ പോവാണ്. കുട്ടുവിന് കോൺ ഐസ്ക്രീം ഇഷ്ടം എന്ന് പറഞ്ഞു, അതുകൊണ്ട് കുട്ടു കോണാണ് കഴിക്കുന്നത്. അപ്പം നമ്മൾ ഭൂതത്താൻകെട്ട് ഞാൻ പറഞ്ഞൊരു വൺ ഡേ ട്രിപ്പായിട്ട് നമുക്ക് വേണേൽ പോകാം, അതിനുള്ള സംഭവം ഉണ്ടെന്ന്. ഇനിയിപ്പോൾ ഭൂതത്താൻകെട്ട് മാത്രമായിട്ടൊരു വൺ ഡേ ട്രിപ്പ് പോകാൻ താല്പര്യമില്ലാത്തവർക്കാണെങ്കിൽ തട്ടേക്കാടുമായിട്ട് വേണേൽ കമ്പൈൻ ചെയ്യാം. ഇപ്പം അവിടെ ഒരു ബേർഡ് സാങ്ച്വറി പാർക്കുണ്ട്, അത് നമ്മൾ അടുത്ത ദിവസം പോകുന്നുണ്ട്. ഇന്ന് നമ്മളിപ്പം വൺ ഡേ ട്രിപ്പ് ആയിട്ട് ഇങ്ങോട്ട് വന്നതുകൊണ്ട് നമ്മളത് പോകുന്നില്ല. അത് നമ്മൾ വേറൊരു ദിവസം കുറച്ച് സമയം കൂടെ സ്പെൻഡ് ചെയ്യാവുന്ന പോലെ വേറെ ദിവസം നമ്മൾ പോകാൻ തീരുമാനിച്ചേക്കുന്നത്. അപ്പം അതുമായിട്ട് വേണമെങ്കിൽ കമ്പൈൻ ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ ഏതായത് കുറച്ച് ഇവിടെ ഒരു സ്ഥലമുള്ള നമ്മുടെ ഇടമലയാർ ഫോറസ്റ്റിലേക്ക് പോകാനാണെങ്കിൽ കുറച്ചങ്ങോട്ട് വണ്ടി ഡ്രൈവ് ചെയ്യാൻ പറ്റും. നമ്മൾ കുറച്ച് റോഡ് മോശമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പോകേണ്ടാന്ന് തീരുമാനിച്ചു. കാരണം ഞാൻ ഇങ്ങനെയെല്ലാം വണ്ടി കുറേ കട്ടറിലെല്ലാം ചാടിച്ച് വണ്ടിയുടെ അടിയെല്ലാം കുറേ പോറി, അതുകൊണ്ട് ഞാൻ തൽക്കാലം ആ ഒരു പരീക്ഷണത്തിന് മുതിരുന്നില്ല. പക്ഷേ കാറ് പോകുന്നതാണ് എന്നവർ പറഞ്ഞു, എന്നാലും ഞാൻ അത് ഒരു പരീക്ഷണത്തിന് ഇന്ന് മുതിരുന്നില്ല. പക്ഷേ ഇവിടുത്തെ പിന്നെ ഒറിജിനലി പഴയ ഭൂതത്താൻകെട്ട് ഡാം ഉണ്ട്, പക്ഷേ നിലവിൽ ആളെ അങ്ങോട്ട് കയറ്റുന്നില്ല. ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചായിരുന്നു ഇവിടെയുള്ള ആൾക്കാരോടൊക്കെ സംസാരിച്ചപ്പം നിലവിൽ അത് റെസ്ട്രിക്റ്റഡ് ആണ്. കാരണം അവിടെ ഒരു പുതിയൊരു പവർ ഹൗസും കാര്യങ്ങളും എല്ലാം പണി നടക്കുന്നതുകൊണ്ട് നിലവിൽ അങ്ങോട്ട് കയറ്റുന്നില്ല, റെസ്ട്രിക്റ്റഡ് ആണ്. പിന്നെ ഇടമലയാർ ഡാം ഉണ്ട്, അവിടെയും റെസ്ട്രിക്റ്റഡ് ആണെന്നാണ് പറഞ്ഞത്. നമുക്ക് നേരത്തെ പെർമിഷൻ കോൺടാക്ട് ചെയ്ത് എടുത്തിട്ട് വേണേൽ പോകാമെന്ന് ചിലവർ പറയുന്നു. അതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു ഡീറ്റെയിൽ കിട്ടിയിട്ടില്ല, പക്ഷെ നിലവിൽ കയറ്റുന്നില്ല പറഞ്ഞത്. പക്ഷെ നമുക്കിപ്പോൾ പുതിയ പാലം നിങ്ങൾ കണ്ടല്ലോ, നമ്മുടെ വീഡിയോയിൽ തന്നെ ഉണ്ട് പുതിയ പാലങ്ങൾ. ആ പാലം ക്രോസ് ചെയ്തിട്ട് ഇടമലയാർ അങ്ങോട്ട് ഫോറസ്റ്റിനെ അങ്ങോട്ട് ഡാമിനെ അങ്ങോട്ട് കുറച്ച് നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റും. നമ്മളേതൊക്കെയാലും ഈ ഐസ്ക്രീം തീർത്തിട്ട് തിരിച്ചു പോകാം. ആ വഴിക്ക് വേറെ വല്ല കാഴ്ചകളും ഉണ്ടോ എന്ന് നോക്കാം. നമ്മൾ ആക്ച്വലി ഭൂതത്താൻകെട്ടിൽ നിന്ന് അങ്ങോട്ട് നമ്മൾ പോയത് കോതമംഗലത്ത് ചെന്നിട്ടായിരുന്നു. പക്ഷെ തിരിച്ച് ഞാൻ നമ്മുടെ ഊഞ്ഞാപ്പാറ വഴി ആണ് തിരിച്ചു പോകുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഊഞ്ഞാപ്പാറ നമ്മുടെ ഈ ഡാമിൻ്റെ ഒരു കനാല് വെള്ളം കയറി കിടന്ന് കണ്ടത്തിൽ കൂടെ ഇങ്ങനെ ഈ കനാല് വരുമ്പം അതിനകത്ത് പിള്ളേർ ചാടുന്നു, ആൾക്കാർ പോയി നീന്താൻ ചാടുന്നു എന്നൊക്കെ പറഞ്ഞ് യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഒത്തിരി പ്രാവശ്യം കാണുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ അത് ഒന്ന് കാണാമെന്നോർത്തായിരുന്നു. പക്ഷേ അവിടെ ചെന്നപ്പം അവിടെ വെള്ളമില്ല, അതുകൊണ്ട് നിങ്ങളെ അത് ഞാൻ കാണിക്കുന്നില്ല. ഇപ്പം ഞാനതുകൊണ്ട് അവിടുന്ന് ഊഞ്ഞാപ്പാറയിൽ നിന്ന് നേരെ ഫ്രണ്ടിലേക്ക് വന്നു. നമ്മളിവിടുന്ന് നേരെ ഊന്നുകല്ല് പോവാണ്. അപ്പോൾ ഊന്നുകല്ല് പോകുന്ന വഴിയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ റോഡിൽ പോകുന്ന കഴിയുമ്പോൾ നമുക്ക് സൈഡിൽ ഇഷ്ടംപോലെ കണ്ടം കാണാൻ പറ്റും. ഇവിടെ നെല്ലൊക്കെ നട്ടിട്ടുണ്ട്. പിന്നെ എന്താ പറയുന്നത്, നമ്മളെ സ്വന്തം കപ്പയും വാഴയും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. റോഡിൽ ചില സ്ഥലങ്ങളിൽ മാത്രം ഇച്ചിരി കട്ടറുണ്ട്, പക്ഷേ കുഴപ്പമൊന്നുമില്ല, വണ്ടിയൊന്നുമില്ല. വളരെ റയറായിട്ടൊരു വണ്ടി നമ്മുടെ ഓപ്പോസിറ്റ് വരുള്ളൂ. വഴിയിൽ വലിയൊരു ക്രിസ്മസ് പപ്പയെ നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. വാ കിട്ടും, വാ. ഇവിടുന്ന് റൈറ്റ് പോയാൽ കോതമംഗലം പോകും, സ്ട്രൈറ്റ് പോയാൽ നമുക്ക് അടിമാലി മൂന്നാർ ഒക്കെ പോകാം. നമ്മളപ്പോൾ സ്ട്രൈറ്റ് പോയിട്ട് ഊന്നുകല്ലിൽ പോയി ചാടാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഊന്നുകല്ല് എത്താറായി. അപ്പം ഞാൻ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പറയണം എന്ന് വിചാരിച്ചായിരുന്നു. കാരണം കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു വീഡിയോ കണ്ടപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചു, നമ്മൾ സേഫ്റ്റി മെഷേഴ്സൊക്കെ നോക്കുന്നുണ്ടോ, ക്യാമറയും കൂടെ കൈ പിടിച്ചോ എങ്ങനെ വണ്ടി ഓടിക്കുന്നത്. അപ്പം ആക്ച്വലി ഞാൻ ക്യാമറ കൈ പിടിക്കുന്നില്ല, കൈയും കാലും ഒക്കെ ഫ്രീ ആണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ഒരു റിസ്ക്കും ഇങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ എടുക്കാറില്ല. പിന്നെ എപ്പോഴും എൻ്റെ ഭാര്യയ്ക്ക് ക്യാമറ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, കാരണം ചില സമയങ്ങളിൽ കുഞ്ഞുറങ്ങുമായിരിക്കും.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് റെക്കോർഡിങ് കറക്റ്റായിട്ട് നടക്കില്ലാത്തതുകൊണ്ട് നമ്മൾ സ്ഥിരമായിട്ട് ഫിക്സ് ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പം ഇപ്പോൾ കുഴപ്പമില്ല. പിന്നെ നമ്മൾ മാക്സിമം സ്ഥലങ്ങളിലെല്ലാം തന്നെ സീറ്റ് ബെൽറ്റ് ഇടാൻ ട്രൈ ചെയ്യുന്നതാണ്. ഞാൻ എപ്പോഴും സീറ്റ് ബെൽറ്റ് ഇട്ടാണ് പൊതുവേ ചെയ്യുന്നത്. അപ്പം കഴിഞ്ഞ ദിവസം മലങ്കര ഡാമിൻ്റെ വീഡിയോയിൽ ഒരാൾ പറഞ്ഞു, അതായത് മലങ്കര ഡാമിൻ്റെ വീഡിയോയിൽ ഒരു ഭാഗത്ത് ഞങ്ങൾ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലെന്ന്. അപ്പോൾ പൊതുവേ അവൾ കൊച്ചിനെ കൊണ്ടിരിക്കുന്നതുകൊണ്ട് അങ്ങനെ സീറ്റ് ബെൽറ്റ് എല്ലായിടത്തും ഇടാറില്ല. പക്ഷേ മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. നമ്മൾ സ്പീഡിലൊക്കെ പോകുമ്പം പൊതുവേ സീറ്റ് ബെൽറ്റ് ഇടുന്നുണ്ട്. അപ്പം അന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ മലങ്കര ഡാമിൻ്റെ പാർക്കിനകത്തായിരുന്നു ആ ഒരു ഷോട്ട് എടുത്തത്. നമ്മളെ പാർക്കിനകത്തായിരുന്നു, അവിടെ വേറെ വണ്ടിയൊന്നും ഇല്ലായിരുന്നു. അത് മാത്രമല്ല അവിടെ നമ്മൾ 10 കിലോമീറ്റർ സ്പീഡാണ് മാക്സിമം പോകുന്നത്. അപ്പോൾ അത് നമ്മൾ എന്താ പറയുന്നത്, ചെറിയ രീതിയിൽ മൂവ് എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഒരുപക്ഷെ നമ്മൾ മെയിൻ റോഡിൽ ഡ്രൈവ് ചെയ്യാൻ ഓർത്തിട്ടായിരിക്കും അന്ന് അങ്ങനെ ഒരു കമൻറ്റ് വന്നത്. പിന്നെ നമ്മൾ വണ്ടിക്കകത്ത് AC ഇട്ടിരിക്കുന്നത് കൊണ്ടാണ്, ഗ്ലാസും പൊക്കിയിട്ടേക്കുന്നത് കൊണ്ടാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഭാഗങ്ങൾ നമ്മൾ മാസ്ക് അങ്ങനെ വെക്കാത്തത്. നമ്മൾ പുറത്തിറങ്ങുമ്പം നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, പുറത്തിറങ്ങുമ്പോൾ നമ്മളെ അടുത്തെങ്ങും ആരും ഇല്ലെങ്കിൽ മാത്രമേ നമ്മൾ മാസ്ക് വെക്കാതെ വണ്ടി ഓടിക്കാറുള്ളൂ. പക്ഷേ ഇന്നിപ്പം നമ്മൾ പൂത്താൻകെട്ടിൽ ചെന്നപ്പോൾ എന്ന് പറഞ്ഞാൽ അവിടെ ഡാമിൻ്റെ അവിടെ ഈ ഒരു കൊറോണ പ്രിക്കോഷൻസ് ഒന്നും അവരങ്ങനെ സ്വീകരിച്ചിട്ടില്ല. ഇപ്പം ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പം നമ്മൾ സ്വയമേ സുരക്ഷിതരാണെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ അവിടെ ഉള്ളൂ. അപ്പം നമ്മൾ അതുകൊണ്ട് ഞങ്ങൾ അധികം ടൈം അവിടെ സ്പെൻഡ് ചെയ്തില്ല. നമ്മൾ ഇൻഡിവിജ്വലായിട്ട് മാറി നിന്നിട്ടുള്ള പരിപാടികൾ മാത്രമേ നമ്മളും ചെയ്തുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇപ്പം കുഞ്ഞുങ്ങളെ കൊണ്ടൊന്നുമല്ല പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ സ്വയം നോക്കിക്കൊണ്ട് അത്യാവശ്യം ബാക്കിയുള്ള ബോട്ടിങ്ങിനൊക്കെ പോവുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ. നമ്മൾ ബോട്ടിങ് ഒഴിവാക്കിയതിൻ്റെ ഒരു കാരണം കൊച്ചു നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളത് കൊണ്ടാണ്. അപ്പം ഞങ്ങൾ തിരിച്ച് ഇതാണ്ട് പാലായിൽ എത്താറായിട്ടുണ്ട് കേട്ടോ. പാലാ തൊടുപുഴ റൂട്ടിലാണ് ഉണ്ടോ. പാലാ തൊടുപുഴ മനോഹരമായ റോഡ് നമ്മുടെ ബാക്കിലുണ്ട്. അപ്പം ഞങ്ങൾ ഇന്നത്തെ ട്രിപ്പ് ഇവിടെ തീരുകയാണ്. അടുത്ത ഒരു പുതിയൊരു സ്റ്റോറിയുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും. അപ്പം വീണ്ടും ഞങ്ങൾ വരുന്നത് വരെ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കാണണം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് കമൻ്റായിട്ട് അറിയിക്കുക. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നതിനും വരെയും ബൈ ബൈ. കുട്ടു ടാറ്റ പറയുന്നുണ്ടാ? ഇന്ന് കുട്ടു ടാറ്റ വരുന്നില്ല കേട്ടോ, പകരം ഞങ്ങളുടെ ടാറ്റ. ബൈ ബൈ.